നമസ്കാരം. 360യിൽ ഇന്നിൻ്റെ അതിഥി UDF കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ. ചാലക്കുടിയിലെ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെയാണ് ശ്രീ ബെന്നി ബെഹനാൻ 360യിൽ എത്തുന്നത്. എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ശ്രീ ബെന്നി ബെഹനാൻ, സ്ഥാനാർത്ഥി നിലയിൽ താങ്കൾക്ക് ആദ്യം തന്നെ എൻ്റെ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ തവണ 2014 KP ധനപാലനായിരുന്നു ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെങ്കിൽ 30,000-ത്തിൻ്റെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. തൃശ്ശൂരും ചാലക്കുടിയും PC ചാക്കോയും KP ധനപാലനും വെച്ചുമാറിയതുകൊണ്ടാണ് 2 സീറ്റും കോൺഗ്രസിന് നഷ്ടമായത് എന്നുമാണ് വിലയിരുത്തൽ. അന്ന് കോൺഗ്രസ് നേതൃത്വം ചെയ്ത ഒരു അബദ്ധം താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തിരുത്തുകയാണോ? ഞാനതൊരു അബദ്ധമായി ഞാൻ വിലയിരുത്തുന്നില്ല. ആ തോൽവിക്ക് കാരണം അതായിരുന്നില്ലേ? ആ തോൽവിക്ക് കാരണം അതായിരുന്നു എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകമായി ഇവിടെ തോൽവി സംഭവിച്ചു. അല്ല, മറ്റെന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് അതിലുണ്ടായിരുന്നത്? തോറ്റു ആ കാര്യത്തിൽ ഇനി അതിൻ്റെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ കുറ്റമാണെന്നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ ഒരു കുറ്റമാണോ എന്നൊന്നും വിലയിരുത്താൻ ഈ അവസരത്തിൽ ഞാൻ മുതിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടി നഷ്ടപ്പെട്ടു, കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം അത് വീണ്ടെടുക്കണം എന്നതനുസരിച്ചിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ചാലക്കുടി ഈ പ്രാവശ്യം വീണ്ടെടുത്തിരിക്കും എന്ന. താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയല്ലേ? ബെന്നി ബെഹനാനെ പോലൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാം ചാലക്കുടി എന്നൊരു ആത്മവിശ്വാസം നേതൃത്വത്തിനും ഉണ്ടാകില്ലേ? അല്ല, അത് അഡ്മിറ്റ് ചെയ്യുന്നതിൽ എവിടെയാണ് താങ്കൾക്ക് തിരിച്ച് പിടിക്കാനുള്ള എന്നെപ്പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ ചാലക്കുടിക്ക് അയച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ചാലക്കുടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്രമാണ് യോഗ്യനുള്ള സ്ഥാനാർത്ഥി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഒട്ടേറെ ആളുകൾ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തോൽക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ അയോഗ്യതയാണ് എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളും കഴിഞ്ഞ പ്രാവശ്യം തോൽവിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മുൻപ് കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞിരുന്നത് വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ മാനദണ്ഡം എന്നാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം നീണ്ടുപോയതും അതിനിടയിലുണ്ടായിട്ടുള്ള വിവാദങ്ങളും ഗ്രൂപ്പുകളുടെ സമ്മർദ്ദവുമൊക്കെ വിജയസാധ്യത മാത്രമായിരിക്കില്ല എന്ന ഒരു സംശയം പരത്തുന്നതായിരുന്നു. അതിൽ ഇപ്പോൾ താങ്കളുടെ ചാലക്കുടി ഉദാഹരണത്തിന്, ചാലക്കുടിയും ഇടുക്കിയും, ചാലക്കുടിയിൽ KP ധനപാലൻ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. PC ചാക്കോയും മത്സരരംഗത്ത് നിന്ന് മാറി നിന്നിരുന്നില്ല. അവിടെ ഇടുക്കിയിൽ ഒരു I ഗ്രൂപ്പിന് കൊടുക്കുക, ഇവിടെ ഒരു A ഗ്രൂപ്പിന് കൊടുക്കുക ചാലക്കുടിയിൽ. അങ്ങനെ ബെന്നി ബെഹനാൻ ഇവിടെ വരുന്നു. I ഗ്രൂപ്പിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ജോസഫ് വാഴക്കിൻ്റെ ഒരു പേര് അവിടെ ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കാര്യത്തിലുണ്ടായി. അങ്ങനെ കിട്ടിയതാണോ താങ്കൾക്ക് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വം? ഇതൊക്കെ ചുമ്മാ കേൾക്കുന്ന ചില കഥകളല്ലേ. ഇതെല്ലാം പത്രങ്ങളിലൂടെ വരുന്ന, മാധ്യമങ്ങളിലൂടെ വരുന്ന ചില പ്രചരണങ്ങളല്ലാതെ ഇതിനൊന്നും യാതൊരു യാഥാർത്ഥ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റുകൾ പല വ്യക്തികളെയും പരിഗണിക്കും. അവസാനമായി സീറ്റ് പുറത്തു വന്നപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഈ അടുത്ത കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഈ പ്രാവശ്യം കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമമായി രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാലതാമസം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായി. പക്ഷെ അവസാനത്തെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലും ആ സീറ്റിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്നത്. ശ്രീ മുരളി വടകര സീറ്റാണ് ഏറ്റവും അവസാനമായി തീരുമാനിച്ചത്. എല്ലാവരും ആഗ്രഹിച്ചത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്നതായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം KPCC പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്, ഒരു സ്ഥാനാർത്ഥിയായി മാറുന്നതിൽ അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ചിലപ്പോൾ സാധിക്കുകയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം, അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നില്ല എന്ന് ഉറച്ചു നിന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണം നടത്തിയപ്പോൾ പലതും പരിഗണിക്കേണ്ടി വന്നു. അതുകൊണ്ട് അല്പം കാലതാമസമുണ്ടായി. അവസാനം ശ്രീ K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക താമസിച്ച 4 സീറ്റിലും പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും യോഗ്യരാണ്. ശ്രീ അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി. ഷാനിമോൾ ഉസ്മാൻ ജനിച്ചു വളർന്ന പ്രദേശമാണ് ആലപ്പുഴ. അവിടെ ഷാനിമോൾ ഉസ്മാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. സിദ്ദിഖ് ഏറ്റവും ഊർജ്ജസ്വലനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. സിദ്ദിഖിനുള്ള സ്ഥാനാർത്ഥിയാക്കി. കേരളത്തിൽ പല സീറ്റിലും മത്സരിക്കാൻ അർഹതയുള്ള, യോഗ്യതയുള്ള ശ്രീ മുരളീധരനെ ഞങ്ങൾ വടകരയിൽ മത്സരിപ്പിച്ചു. ഇതിൽ 1-2 സീറ്റുകൾ താങ്കൾ വിട്ടുപോയി. ഒന്ന് ഞാൻ പറയാം, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു കാസർഗോഡിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രത്യേകിച്ചും അവിടെ DCCയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടായി. പത്തനംതിട്ട സിറ്റിംഗ് MP ആന്റണിയെ ഇക്കുറി സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യം പത്തനംതിട്ട DCCയിൽ നിന്ന് തന്നെ ഉയർന്നു. അപ്പോൾ എല്ലാ സാധ്യതകളും പരിഗണിച്ചു എന്ന് പറയുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ താങ്കൾ പറഞ്ഞു ആലപ്പുഴയിൽ. ഷാനിമോൾ ഉസ്മാൻ ആഗ്രഹിച്ചതും കൊതിച്ചതും വയനാട് സ്ഥാനാർത്ഥിയാകാനാണ്. വയനാട് T സിദ്ദിഖ്, ഉമ്മൻചാണ്ടിയുടെ ഒരൊറ്റ നിർബന്ധ ബുദ്ധി കൊണ്ട് T സിദ്ദിഖിന് കൊടുത്തതിൽ I ഗ്രൂപ്പിൻ്റെ രഹസ്യയോഗം ചേർന്നിരിക്കുകയാണ് കോഴിക്കോട്. അതായത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ
ഗ്രൂപ്പ് താല്പര്യങ്ങൾ എങ്ങനെ കടന്നുകൂടി എന്നതിന് ഇതിലും മികച്ചൊരു ഉദാഹരണം ആവശ്യമില്ല. പലതും നിങ്ങളുണ്ടാക്കുന്ന കഥകളായിട്ട് ഐ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം ഞങ്ങൾ ഉണ്ടാക്കിയ കഥയല്ല നടന്നത്. ഞാൻ ചോദിക്കുന്നത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് പാനൽ ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് KPC പാനൽ ആവശ്യപ്പെട്ടിരുന്നു. പല ജില്ലാ കമ്മിറ്റികളും കൂടി ആ പാനൽ കൊടുത്തു. അവരന്ന് പാനൽ കൊടുത്തത് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നേതാക്കന്മാരുടെ പേരാണ്. അതിനുശേഷം കൂടിയ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി അത്തരത്തിലുള്ള നിർദ്ദേശം കേരളത്തിൽ കൊടുക്കണ്ട എന്ന് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പലപ്പോഴും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരുടെ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമേ വരുന്നുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ജില്ലയുടെ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ കാസർഗോഡ് ഞാൻ പറയട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറ്റിയ സ്ഥാനാർത്ഥിയാണ്. പിന്നെ എന്തിനാണ് DCC-യിൽ കലാപം? അല്ല, DCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പേരുകൾ കൊടുത്തിരുന്നു. ആ പേരുകൾ പരിഗണിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ചില ഒരു ബുദ്ധിമുട്ട്. അല്ല, DCC-യിലെ കലാപം അതായിരുന്നില്ലല്ലോ ശ്രീ ബെന്നി ബെഹനാൻ. DCC-യുടെ കലാപം എന്തായിരുന്നു? DCC അധ്യക്ഷൻ പ്രവർത്തകരുടെ താല്പര്യം അല്ലെങ്കിൽ അംഗങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പെരുമാറിയില്ല എന്നതായിരുന്നു ആക്ഷേപം. അതായത് അടിത്തട്ടിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിക്കാനുള്ള ഒരു പരിപാകത അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. അവർ കണ്ടിരുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ്, അതായത് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി. അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോടാണ് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പരിഗണിച്ചതിൽ ജില്ലയിലുള്ള നേതാക്കന്മാരുടെ പേരുകളാണ്. പക്ഷേ കോൺഗ്രസിനെ പോലെയുള്ളൊരു പാർട്ടിക്ക് ജില്ലാതലത്തിൽ മാത്രം പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു, ഇനിയും ജില്ലയിൽ നിന്നുള്ള പാനലല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റിയോ അല്ലെങ്കിൽ KPC പ്രസിഡന്റിയോ അറിയിക്കാം. ബാക്കി പരിഗണന, ആത്യന്തികമായ പരിഗണന ഇലക്ഷൻ കമ്മിറ്റി പാനൽ ഉണ്ടാക്കും. ആ പാനൽ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന 20 സ്ഥാനാർത്ഥികൾ, 16 സ്ഥാനാർത്ഥികളും KPCC കൊടുത്ത സ്ക്രൂട്ടിനി കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം കൊടുത്ത പേരുകളാണ് ഈ 16 പേരും. ആരെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വെട്ടിയിട്ടില്ല. അവിടെ സ്ക്രൂട്ടിനി കമ്മിറ്റി പരിഗണിച്ച പേര് ശ്രീ ഉണ്ണിത്താൻ്റെ പേരാണ്. അല്ല, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന സംശയങ്ങൾ ഇല്ലാത്ത തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏകകണ്ഠമായി ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നാടകീയമായ ഒരുപാട് നിമിഷങ്ങളുണ്ടായി. ഇപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ ചെല്ലുന്നു, അദ്ദേഹം പിണങ്ങിപ്പോരുന്നു. ഉമ്മൻചാണ്ടി ചെല്ലുന്നു, ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് നേതൃത്വം അറിയാതെ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് മുമ്പേ നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതിനുള്ള അതൃപ്തി AICC രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ നാടകീയമായ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടം എന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു മത്സരത്തിൽ കേരളത്തിൽ വലിയ വിജയപ്രതീക്ഷ വെക്കുമ്പോൾ ഇതാണ് കോൺഗ്രസിൽ സംഭവിച്ചത്. മാധ്യമക്കാരെ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്താൻ വേണ്ടി എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും ഞങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതൊന്നുമല്ല വസ്തുത. താങ്കൾ പറയുന്നതല്ല വസ്തുത. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയി. ഉമ്മൻചാണ്ടി ആന്ധ്രയിൽ ചുമതലയുള്ള ആളാണ്. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന 2 ദിവസം. അവിടെ നിന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഉമ്മൻചാണ്ടിയോട് ആന്ധ്രയിൽ പോകാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി എവിടെ പിണങ്ങിപ്പോയി? രമേശ് ചെന്നിത്തല ഒരു യോഗത്തിൽ പോയിരുന്ന് 3 പേർ കൂടി സംസാരിച്ച് അവർ ചർച്ച ചെയ്തതിന് ശേഷം രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുറത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞു, ഇതാ രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോകുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള അധികാരമോ അല്ലെങ്കിൽ അതിനുള്ള സംഘടനാ ബോധമാണോ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുള്ളത്? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സാങ്കേതികമായി ഇലക്ഷൻ കമ്മിറ്റി കൂടിയില്ലെങ്കിലും ഇലക്ഷൻ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അനുവാദം കിട്ടിക്കാണും പ്രഖ്യാപിക്കാൻ. അതല്ലെങ്കിൽ മുല്ലപ്പള്ളിയെ പോലെ പരിചയസമ്പന്നനായ ഒരു നേതാവ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദം കിട്ടാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതായത് അതൃപ്തിയില്ല. ഞാൻ വ്യക്തപ്പെടുത്തുന്നു, AICC ഒരു അസംതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരു സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് അഭിപ്രായ വ്യത്യാസമല്ല. അടുത്ത കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി എടുത്ത തീരുമാനം ഇതുപോലെ ഏകണ്ഠമായി എടുത്തിട്ടില്ല. സാധാരണഗതിയിൽ സ്ക്രൂട്ടിനി കമ്മിറ്റിയിൽ നിന്നും കോൺഗ്രസ് പ്രസിഡന്റിലേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പോകുമ്പോൾ പല പാനൽ പോകാറുണ്ട്. അപ്പോഴാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് പോകുന്നത്. ഈ പ്രാവശ്യം സ്ക്രൂട്ടിനി കമ്മിറ്റിയിൽ നിന്നും കോൺഗ്രസ് പ്രസിഡന്റ് പോയിരിക്കുന്ന പേരുകൾ യുനാനിമസാണ് പോയിരിക്കുന്നത്. ശരി, ഞാൻ പറഞ്ഞല്ലോ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അത് അഭിപ്രായ വ്യത്യാസമാണെന്ന് അഭിപ്രായവും എനിക്കില്ല. പക്ഷേ എന്തിനാണ് ഇന്നലെ ഐ ഗ്രൂപ്പ് യോഗം ചേർന്നത്? ഐ ഗ്രൂപ്പിൻ്റെ രഹസ്യ യോഗത്തിൽ കോഴിക്കോട് നടന്നപ്പോൾ അവരുടെ ആക്ഷേപം ഉമ്മൻചാണ്ടി ഉദാഹരണത്തിന് വയനാട്ടിലെ സീറ്റ് ടി സിദ്ദിഖിന് വേണം എന്ന ആവശ്യം ഉന്നയിച്ചു, ശക്തമായ നിർബന്ധം പിടിച്ചു, ആ സീറ്റ് കൊടുത്തു. ഇവിടെ കോഴിക്കോട് DCC പ്രസിഡന്റായിട്ട് ഇനി ഞങ്ങളുടെ ഒരാൾ വരണമെന്ന ആവശ്യമാണ് ഐ ഗ്രൂപ്പ്. താങ്കൾ ഗ്രൂപ്പ് സമ്മർദ്ദമില്ല, ഗ്രൂപ്പ് താല്പര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണ് ഈ പുറത്തു വരുന്നത്. ഞാൻ അവിടെ ഗ്രൂപ്പ് യോഗം കൂടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല.
അവരങ്ങനെ തീരുമാനമെടുത്തായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം ഗ്രൂപ്പിനെല്ലാം അതീതമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടക്കും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന എൻ്റെ അനുഭവം ഞാനീ പറയുന്നു. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. എനിക്ക് ഇത്ര ദിവസം ഞാൻ പ്രവർത്തിച്ചു. ഗ്രൂപ്പിൻ്റെ തലത്തിലുള്ള ഒരു ചെറിയ സ്വകാര്യ സംഭാഷണം പോലും ഞാൻ ഈ നിയമമണ്ഡലത്തിൽ കേട്ടിട്ടില്ല. ഈ നിയമമണ്ഡലത്തിലെ സ്ഥിതി തന്നെയായിരിക്കും മറ്റു നിയമമണ്ഡലത്തിൽ വിശ്വസിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് മോഡിയുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക, കേരളത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തുക, കേരളത്തെ രക്ഷിക്കുക. ശരിയാണ്. ഈ രാജ്യത്ത് ഈ BJPയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക് വളരെ ശക്തമായി പോയി. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തെ കാണുന്നത്. കാരണം വലിയൊരു നമ്പർ ഓഫ് സീറ്റ്സ് കേരളത്തിൽ നിന്ന് കിട്ടാമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനനുസൃതമായി ഒരു ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയും, ഉമ്മൻചാണ്ടിയെ പോലെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ, KC വേണുഗോപാലിനെ പോലെ വിജയസാധ്യതയുള്ള മുതിർന്ന നേതാക്കൾ, VM സുധീരനെ പോലുള്ളവർ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയാകണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ പിൻവാതിലിലൂടെ മാഞ്ഞു പോയത്? അതിനൊരു ഉത്തരം വേണ്ടേ? ഉത്തരവുണ്ടല്ലോ. അതിൻ്റെ ഉത്തരം ഉമ്മൻചാണ്ടിയെ പോലെയുള്ളൊരു വ്യക്തി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നത് ഈ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു മാറിയതല്ല. ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ 20 സീറ്റുകളിലും ഒരു സ്ഥാനാർത്ഥിയെ പോലെ പ്രവർത്തിക്കാനുള്ള അവസരം ഉമ്മൻചാണ്ടിക്ക് വേണം എന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു. ഒരു അൾട്ടിമേറ്റ് ഫൈറ്റർ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ ഈ ശക്തമായ പോരാട്ടത്തിൽ നമ്പർ ഓഫ് സീറ്റ്സ് കൊടുക്കാൻ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മത്സരിച്ചില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ജയിക്കും. മുല്ലപ്പള്ളി മത്സരിച്ചില്ലെങ്കിലും മുരളി അവിടെ ജയിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ നേതാക്കന്മാരുടെ പേരുകൾ സ്വാഭാവികമായും പ്രവർത്തകന്മാർ ആഗ്രഹിക്കും, പ്രവർത്തകന്മാർ പറയുന്നത് ശരിയാണ്. എന്തിനാ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ മത്സരിച്ചിട്ടില്ല? കോടിയേരി ബാലകൃഷ്ണൻ മത്സരിച്ചിട്ടില്ലോ? മാർക്സിസ്റ്റ് പാർട്ടി ഉന്നതരായ ഒത്തിരി നേതാക്കന്മാർ മത്സരിച്ചിട്ടില്ലോ? ഈ ആക്ഷേപം എന്താ അങ്ങോട്ട് പറയാത്തത്? അവരോടൊന്നും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അവരോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന അവരുടെ പാർട്ടിയിൽ ചർച്ച നടന്നല്ലോ. അവരുടെ പാർട്ടിയിൽ ചർച്ച നടന്നു. അവരുടെ പാർട്ടി നടക്കുന്ന ചർച്ചകൾ വാർത്താമാധ്യമങ്ങൾ അത്ര വരാറില്ല. അവരുടെ ഏറ്റവും യോഗ്യരാണോ അവർ നിർത്തിയിരിക്കുന്നത്? പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണല്ലോ ചാലക്കുടി നിയമമണ്ഡലത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഇനി പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ കാരണം എന്താ? അഭിപ്രായ വ്യത്യാസം ആ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പ്രാവശ്യം ജീവിച്ചിരിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരും എടുത്തിരിക്കുന്ന തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത്. അല്ല, എനിക്ക് യുക്തിപരമായ ഒരു മറുപടി കിട്ടാത്ത ചില ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കാസർഗോഡ് എന്തുകൊണ്ട് എതിർപ്പുണ്ടായി? പത്തനംതിട്ട DCC എന്തുകൊണ്ട് ആന്റണിയെ വേണ്ട എന്ന് പറഞ്ഞു? ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന സമ്മർദ്ദം എന്തുകൊണ്ട് വകവെച്ചില്ല? VM സുധീരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാൽ നന്നായിരിക്കുമെന്ന ആവശ്യം എന്തുകൊണ്ട് പരിഗണിച്ചില്ല? എന്തുകൊണ്ട് ആലപ്പുഴയിൽ M ലിജു മത്സരിക്കണമെന്ന ആവശ്യമുണ്ടായി? VM സുധീരൻ എത്രയോ നാളുകളായി തെരഞ്ഞെടുപ്പിൽ ഒഴിഞ്ഞു നിന്ന വ്യക്തിയാണ്. ഇതിനും അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായിട്ട് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി അന്നും ഇന്നും പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാവുന്നതിനേക്കാൾ വലുതാണ് ഉമ്മൻചാണ്ടി 20 സ്ഥലത്തും സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്. സ്ഥാനാർത്ഥിയാവണമെന്നൊക്കെ ആവശ്യപ്പെട്ടവരുണ്ടാവുമായിരിക്കും. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ തീരുമാനം ഉചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം. വടകരയിൽ മുല്ലപ്പള്ളിയേക്കാൾ നല്ല സ്ഥാനാർത്ഥിയാണ് K മുരളീധരൻ. മുല്ലപ്പള്ളിയേക്കാൾ നല്ലതല്ല, വടകരയിൽ ജയിക്കാൻ മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളതാ നോക്കുന്നത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള, കോൺഗ്രസ് പാർട്ടിയിൽ ജയിക്കാൻ സാധ്യതയുള്ള പല സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ കൊണ്ട് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന ഒരു റിഗ്രറ്റ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ ബെന്നി ബെഹനാനെ പോലൊരു നേതാവിന് ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒന്നും ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ ചാലക്കുടിയും തൃശ്ശൂരും ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അതൊരു കഴിഞ്ഞ കഥയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ടി വരുമോ? ഞങ്ങൾ ഈ പ്രാവശ്യം നല്ല വിജയം ഉണ്ടാകും, ഞങ്ങൾക്ക് റിഗ്രറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല, പൂർണ്ണമായും വിശ്വസിക്കുന്നു. ചാലക്കുടിയിൽ ഇന്നസെന്റിന് വിജയമുണ്ടായത് 13,000 ചില്ലാൻ വോട്ടുകൾക്കാണ്. ബെന്നി ബെഹനാൻ ഇത്തവണ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും പഴയ മുകുന്ദപുരം മണ്ഡലം UDFിനോട് അനുകൂലമുള്ള ഒരു UDF പ്രഭാവം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അബദ്ധം കാരണം വിട്ടുപോയൊരു മണ്ഡലമാണെന്ന് പറയാം. പക്ഷേ ബെന്നി ബെഹനാന് ചലഞ്ചിങ് ആയിട്ടുള്ള ചില ഘടകങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ. ഒന്ന്, ജേക്കബ് തോമസിനെ പോലൊരാൾ 2020 സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരാൻ പോകുന്നു എന്ന വിവരം വരുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ച്
ജനകീയ മുന്നണി സജീവമായി നിൽക്കുന്നൊരു സ്ഥലമാണ്. ചില വോട്ടുകൾ താങ്കൾക്ക് കുറയാൻ സാധ്യതയില്ല. 2, SNDPയുടെ ഏതാണ്ട് 50,000-ഓളം ഈഴവ വോട്ടുകൾ ഇവിടെ ഉണ്ട് എന്നാണ് SNDP അവകാശപ്പെടുന്നത്. SNDPയുടെ പരസ്യമായ പിന്തുണ ഇന്നസെന്റിന് പോയിട്ടുണ്ട്. ഇതൊക്കെ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ താങ്കൾ? ഒരാശങ്കയില്ല. എന്ത് കണക്ക് ഞാൻ ആദ്യം പറയാം. എന്നെ ആദ്യം എന്തോ പറഞ്ഞല്ലോ, ആരോ സ്ഥാനാർത്ഥിയോടെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? ജേക്കബ് തോമസ്. എവിടെ? ചാലക്കുടിയിൽ. എന്നിന്റെ പേരില്ല. ഏത് 2020 ഇത് ക്രിക്കറ്റ് പോലെയാണ് 2020. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2020 കേട്ടിരിക്കുന്ന ദേശീയ തലത്തിൽ കേട്ടിരിക്കുന്ന ക്രിക്കറ്റ് മാച്ചിലാണ്. അല്ല, ജേക്കബ് തോമസ് ജയിക്കുമോ ഇല്ലേ എന്നുള്ളതല്ല, ജേക്കബ് തോമസ് പിടിക്കുന്ന വോട്ടുകൾ താങ്കളുടെ വോട്ടായിരിക്കുമോ എന്നാണ്. ആരുടെ വോട്ടാണ് ഏതൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിടിക്കും എന്നതിനെ കുറിച്ചിട്ട് വിലയിരുത്താൻ സമയം വരുന്നല്ലേ ഉള്ളൂ. അതാവുന്നേ ഉള്ളൂ. പക്ഷേ താങ്കൾക്ക് ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. ഈ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച വ്യക്തിയാണ്. ഞാൻ ഇവരെക്കുറിച്ചൊന്നും പറഞ്ഞ് അവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതല്ല. ആരുടെ വോട്ടാ പോയെന്നുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് അന്നും കിട്ടിയ വോട്ടുണ്ട്, ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയ വോട്ടുണ്ട്. വോട്ടിനെ കണക്ക് ഞാനിപ്പോൾ പറയുന്നില്ല, എൻ്റെ കയ്യിലുണ്ട് കണക്ക്. ഞങ്ങൾക്കത്ര ആശങ്കയൊന്നുമില്ല. പിന്നെ SNDP യോഗം, അങ്ങനെ നിങ്ങൾ ഒരു സംഘടനയെ, SNDP പോലെയുള്ള ഒരു സംഘടനയെ, നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിൽ അവരുടെ വോട്ടെന്ന് പറഞ്ഞ് അവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇതാക്കി മാറ്റാൻ ശ്രമിക്കരുത്. SNDP യോഗത്തിൻ്റെ പല നേതാക്കന്മാർ ഞാൻ ബന്ധപ്പെട്ടു. അവരൊരിക്കലും അവർ രാഷ്ട്രീയത്തിൽ ഇന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. SNDP യോഗം പോലെയുള്ള ഒരു വലിയ ഒരു സംഘടനയുടെ പല ഭാരവാഹികളും ബന്ധപ്പെട്ടു. അവരിന്ന് വരെ ഒരു നിലപാട് താങ്കളെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ SNDP യോഗത്തിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും അവർ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു, അടച്ചവർ നിൽക്കുന്നു എന്ന് പറയുന്ന അവകാശവാദം തെറ്റാണെന്ന് ഇങ്ങനെ പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചാലക്കുടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റ് ചെന്ന് കണ്ട ശേഷം അവർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഇതൊരു മികച്ച സ്ഥാനാർത്ഥിയാണ്, ഈ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ചില വ്യക്തിഗുണങ്ങളുണ്ട്, ആ വ്യക്തിഗുണങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. SNDPയുടെ നിലപാട് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ അല്ലാതെ മാധ്യമങ്ങളാണ്. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് SNDPക്ക് രാഷ്ട്രീയമില്ല. എന്താ നിങ്ങളത് മറച്ചു വയ്ക്കുന്നത്? SNDPക്ക് രാഷ്ട്രീയമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ SNDPക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥി, അത് വ്യക്തിപരമായ അഭിപ്രായം, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നോട് എത്രയോ മാർക്സിസ്റ്റ് പാർട്ടി സ്നേഹിതന്മാർ വ്യക്തിപരമായി നിങ്ങളെ മികച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടി അഭിപ്രായമാണ്. SNDP വോട്ടുകൾ ഒരാശങ്കയില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും അത്തരത്തിലുള്ള സംഘടന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിന് തെറ്റിദ്ധാരണജനകമായി എനിക്കതിന് വിരോധമില്ല. പക്ഷേ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമേ അറിയുന്നുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം പ്രസിഡന്റ് എന്ന നിലയിൽ ആധികാരികമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, SNDPക്ക് രാഷ്ട്രീയമില്ല, SNDPക്ക് സ്ഥാനാർത്ഥിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ കൂടെ നിർദ്ദേശമുണ്ട്, SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് പോകണം നിങ്ങൾ മത്സരിക്കാൻ, SNDPയുമായി യാതൊരു ബന്ധമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞൊരു പരാമർശനം SNDP സ്ഥാനാർത്ഥിയെക്കുറിച്ച് അല്ല, ഞാൻ ഒരു വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ ഒരു പരാമർശനം SNDP യോഗത്തിൻ്റെ ഒരു അഭിപ്രായമായി ചിത്രീകരിക്കാൻ താങ്കൾ നടത്തുന്ന ശ്രമം ഒന്നില്ലെങ്കിൽ മനഃപൂർവ്വം, അതല്ലെങ്കിൽ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനത്തിൽ താങ്കൾ ആ പരാമർശം പിൻവലിക്കണമെന്ന് ഞാൻ താങ്കളുടെ. ശരി, മനഃപൂർവ്വം എന്നത് ഞാൻ തള്ളിക്കളയുന്നു. കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞു എന്നത് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ടുള്ള കാര്യം. വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞു? വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇപ്പോഴും ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മറുപടി പറഞ്ഞില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാനല്ലല്ലോ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച പറഞ്ഞ കാര്യത്തിൽ താങ്കൾ എന്നോട് ചോദിക്കാൻ നിർത്ത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യത്തിൽ താങ്കളോട് ചോദിക്കാൻ അധികാരം എനിക്കുണ്ട്, അല്ലെങ്കിൽ അവകാശം എനിക്കുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവിച്ച ഒരു പ്രസ്താവനയെ താങ്കൾ വളച്ചൊടിച്ചു എന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി ചെന്ന് കണ്ടപ്പോൾ ആ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞതിനെ അത് SNDP യോഗത്തിൻ്റെ അഭിപ്രായമായി താങ്കൾ ചിത്രീകരിച്ചു. ഞാൻ പറയുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയിലും
അദ്ദേഹം SNDP യോഗത്തിന് രാഷ്ട്രീയമുണ്ടെന്നോ SNDP യോഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇനിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ ഉള്ള ആളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ അഭിമുഖം നടത്തുന്നത് UDF കൺവീനർ ശ്രീ ബെന്നി ബെഹനാനോടാണ്. അതിന് താങ്കൾ ഇതിൽ പറയുന്ന അഭിപ്രായങ്ങൾ UDF കൺവീനറുടെ അഭിപ്രായമായി ഞാൻ എടുക്കണോ അതോ ശ്രീ ബെന്നി ബെഹനാന്റെ വ്യക്തിപരമായ അഭിപ്രായം? ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലും UDF കൺവീനർ എന്ന നിലയിലും ഞാൻ അഭിപ്രായം പറയും. ഞാൻ പറയുന്നത് UDFന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. UDFന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDPക്ക് രാഷ്ട്രീയം ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അത് എൻ്റെ ചോദ്യം. വെള്ളാപ്പള്ളി നടേശൻ ഇതൊരു പരോക്ഷ പിന്തുണയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തി ചെന്ന് കണ്ടപ്പോൾ, സ്ഥാനാർത്ഥി എന്ന് കണ്ടപ്പോൾ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് SNDP യോഗത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. ശരി, ഇന്നസെന്റിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ NSS ആസ്ഥാനത്തേക്ക് പോകുന്നുണ്ടോ, പെരുന്നയിലേക്ക് പോകുന്നുണ്ടോ? ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ പെരുന്നയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായി വോട്ട് ചോദിക്കാൻ വന്നതാണ്. ആ വോട്ട് ചോദിക്കാൻ എത്തിയതിന് ശേഷം സ്ഥാനാർത്ഥിയെ നിർത്തി വെള്ളാപ്പള്ളി നടേശൻ വിശദീകരിച്ച കാര്യമാണ് താങ്കളോട് പറയുന്നത്. NSSന്റെ അടുത്ത് വോട്ട് ചോദിക്കാൻ ഇന്നസെന്റ് പോകുന്നില്ല. കാരണം NSS ഈ വിഷയത്തിൽ, അതായത് ശബരിമല വിഷയത്തിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ നിലപാട് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബെന്നി ബെഹനാന്റെ നിലപാട് എന്താണ്? അപ്പോൾ SNDP യോഗത്തിൻ്റെത് പരോക്ഷ പിന്തുണയാണെന്ന് താങ്കൾ പരിഗണിക്കുന്നില്ല. NSSന്റെ കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി പക്ഷേ NSSനെ കാണാൻ ശ്രീ ഇന്നസെന്റ് പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ NSS പ്രസിഡന്റിനെ ഞാൻ സ്ഥാനാർത്ഥിയതിനു ശേഷം ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഞാൻ ഫോണിൽ സംസാരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ എന്നോട് പറഞ്ഞാൽ താങ്കളോട് പറയേണ്ട ആവശ്യമില്ല. എന്നോടൊരു വ്യക്തി ഫോണിൽ പറഞ്ഞ കാര്യം ഞാൻ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളോട് ഫോണിൽ പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, അദ്ദേഹം മാധ്യമങ്ങളോട് അല്ല, നേരിട്ട് പറയാനുണ്ട്. അദ്ദേഹം നേരിട്ട് പോയി കണ്ടപ്പോൾ പറഞ്ഞു. ഞാൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ശ്രീ NSS പ്രസിഡന്റുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഈ പ്രദേശത്തെ സാമൂഹ്യ നേതാക്കന്മാരുമായി എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അനുഗ്രഹം തേടിയിട്ടുണ്ട്. ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ ആരെയും പോയി കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ ചെന്ന് കാണുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ എന്തിനാണ് പറയുന്നത്? അദ്ദേഹത്തോട് ചോദിക്കുക. ഞാൻ അദ്ദേഹത്തിന് പോയതിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഈ കാര്യത്തിൽ NSSന്റെയും SNDPയുടെയും പിന്തുണ തേടി അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ വ്യക്തികളെന്ന നിലയിൽ NSSന്റെ പ്രസിഡന്റുമായി ഞാൻ ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞാൻ തേടിയിട്ടുണ്ട്. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാണ്. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം. NSSന്റെ അനുഗ്രഹവും തേടിയിട്ടുണ്ട്. ഞാൻ NSSന് തേടിയിട്ടുണ്ട്. NSS പ്രസിഡന്റ് സെക്രട്ടറിയെ NSS സെക്രട്ടറി ഞാൻ അടിവരായിട്ട് പറയുന്നു. NSS സെക്രട്ടറി ഞാൻ അനുഗ്രഹം തേടിയിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി ശ്രീ സുമാരൻ നായരോട് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുമായി സംസാരിക്കേണ്ടത് ഒരു മര്യാദയാണെന്ന് വിശ്വസിക്കുന്നു. ശരി, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ ഈ സമുദായ നേതാക്കളെ കണ്ട് അനുവാദം ചോദിക്കാത്ത ചില സംഘടനകളുണ്ട്. RSSനെ പോലുള്ള സംഘടനകളുണ്ട്. ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ടില്ല. അവരുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ NSS ഞങ്ങളുടെ വർഗ്ഗശത്രുവല്ല. SNDP ഞങ്ങളുടെ ശത്രുവല്ല. ഇതെല്ലാം കേരളത്തിന് പല കാര്യത്തിലും സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ശരി, ഞാൻ ചോദിക്കുന്നത് NSS SNDP സമുദായ നേതാക്കളെ താങ്കൾ കണ്ട അനുഗ്രഹം വാങ്ങി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇതെല്ലാം ലൈവ് കാണുന്നതാണ്. താങ്കൾ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ചോദിക്കും. ഞാൻ വളരെ സ്നേഹത്തോട് പറയുന്നു, നിങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ പോലും ഞാൻ തയ്യാറാവത്തില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ടു, ഞാൻ കാണാത്ത നിങ്ങൾ കണ്ടെന്ന് ഞാൻ പറയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ ശ്രീ സുകുമാരൻ നായരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഞാൻ ഞാൻ അനുഗ്രഹം തേടി ഞാൻ പറഞ്ഞല്ലോ. അവർ പിന്തുണയ്ക്കുന്നുള്ള NSS ആര് പിന്തുണയ്ക്കുന്ന NSS തീരുമാനിക്കും. SNDP ആര് പിന്തുണയ്ക്കുന്ന SNDP തീരുമാനിക്കട്ടെ. എനിക്ക് യാതൊരു വിരോധമില്ല. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത്തരം ആളുകളെ കണ്ട് സമൂഹത്തിൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള വ്യക്തികളെ കണ്ട് അവരുടെ അനുഗ്രഹം തേടുക, അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നത് തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ സുകുമാരൻ നായരോട് സംസാരിച്ചുകൊണ്ട് NSSന്റെ മുഴുവൻ പിന്തുണ എനിക്കുണ്ട് എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ വിവരക്കേട് എനിക്കില്ല. ഞാൻ SNDP യോഗം പ്രസിഡന്റിനെ കണ്ട് സംസാരിച്ചു എന്ന് ഫോണിൽ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്തുണ എനിക്കുണ്ട് എന്ന് പറയാനുള്ള വിവരക്കേട് എനിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ആരോപണം ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നു. കോലീബി സഖ്യം
കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തിന്റെ ഒരു 20 വർഷം. പുനരവതാരം. അതെ, നമ്മൾ സമയം കളയണ്ട. ഇല്ല, പുനരവതാരം ഉണ്ടായതാണ്. അതായത് കോൺഗ്രസിന് ജയിക്കാൻ പാകത്തിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നാണ്. 20 വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊട്ട് കേട്ട അടിസ്ഥാനരഹിതമായ ആരോപണം പറയുന്നത്. ഞങ്ങളുടെ ഒരു ജനപ്രതിനിധിയും, ഞങ്ങൾ വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയും കേരളത്തിൽ അടിവരയിട്ട് പറയുന്നു BJP-യിൽ പോയിട്ടില്ല. ശ്രീ പിണറായി വിജയന്റെ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്ത് വിജയിപ്പിച്ച ശ്രീ കണ്ണന്താനം BJP-യിൽ പോയി, അവരുടെ സ്ഥാനാർത്ഥിയാണ്. ഈ UDF കൺവീനർ എന്ന നിലയിൽ ഇപ്പോൾ ലീഗിനെതിരെ ഉയർന്നു വന്ന ഒരു ആക്ഷേപം, ലീഗ് SDPI-യുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നു. SDPI-യുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്നു, BJP-യുമായി ബന്ധമുണ്ടാക്കുന്നു. കേരള കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ UDF കൺവീനർ എന്ന നിലയിൽ UDF-ന്റെ വിജയ സാധ്യതയുടെ മാറ്റു കുറയ്ക്കുന്നുണ്ടോ? ഇത് ഞാൻ ഇവിടെ ലീഗും മറ്റേ SDPI-യുമായി ബന്ധമുണ്ടാക്കിയെന്ന് പറയും ഞാൻ വിശ്വസിക്കാത്ത എൻ്റെ അനുഭവം തന്നെയാണ്. ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ഏത് ഈ ലീഗിനോടൊപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ മകളെ വിവാഹം കഴിഞ്ഞ് ദുബായിലേക്ക് പോകാൻ പോയപ്പോൾ കൊണ്ടോട്ടി റെയിൽവേ അവിടെ എയർപോർട്ടിൽ എൻ്റെ മകളെയും മരുമകളെയും സി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടോട്ടികളെ പോയിട്ടുള്ള സമയത്ത് പക്ഷേ ആരോ പറഞ്ഞു ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. എൻ്റെ അനുഭവം, ഞാൻ SDP നേതാക്കന്മാരെ കണ്ടിട്ടില്ല. അപ്പോൾ ലീഗുകാരും കണ്ടുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ഫുട്ടേജസ് പുറത്ത് വന്നതോ, ഈ ക്യാമറ എൻ്റെ പേരുണ്ടായിരുന്നു, എൻ്റെ ചിത്രമുണ്ടായിരുന്നു. അതൊക്കെ ആർക്കും ഉണ്ടാക്കാവുന്ന. അപ്പോൾ ഇതൊക്കെ അവിടെ പൊന്നാനിയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എൻ്റെ പേര് കൂടി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പോകാത്ത, പങ്കെടുക്കാത്ത, ഞാൻ മനസ്സാ വാച അറിയാത്ത ഒരു പരിപാടിയെക്കുറിച്ച് എൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കാൻ വന്ന അൻവർ ജയിക്കാൻ വേണ്ടി ഏത് തരംതാണ പ്രവർത്തനം നടത്തും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞു അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഞാനതാണ് വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കാൻ എനിക്കുള്ള ആത്മബലം എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു. അപ്പോൾ ആ പ്രദേശത്ത് പോകാത്ത എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാൻ അൻവർ തയ്യാറായാൽ അത് മാത്രം കേട്ട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് ഇത്രയും പറഞ്ഞിട്ട് അത് വിശദീകരിക്കാൻ നിങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടല്ല. 2, കേരള കോൺഗ്രസിൻ്റെ പ്രശ്നം, ആ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ അത് പരിഹരിക്കപ്പെട്ടു. അതിലുണ്ടായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നമൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. കോട്ടയത്ത് ഞങ്ങൾ ജയിക്കും. കോട്ടയത്ത് ശ്രീ PJ ജോസഫ് സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ തിരക്കുകൾക്കിടയിൽ ഈ അഭിമുഖം അനുവദിച്ചതിന് നന്ദി. ഒപ്പം തന്നെ വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.